ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ടർക്കിയിൽ പോയപ്പോഴത്തേനും ഹോട്ട് എയർ ബലൂണിൽ കയറിയായിരുന്നു. ആ റൈഡിൻ്റെ കാഴ്ചകളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് റൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സമയം രാവിലെ 5:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഈ ബലൂൺ റൈഡ് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സേ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും കാണുന്ന കാഴ്ചകളാണിത്. പല പല ബലൂണുകൾ ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒത്തിരി വലുതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേനും അത് മനസ്സിലാകത്തില്ല. അത് ഇങ്ങനെ പല കമ്പനിക്കാരുടെ ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് തന്നെ അത് പല പല കമ്പനികളും പല കളറുകളും ഒക്കെയുള്ള ബലൂൺ അവിടെയുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നോക്കി കാണുകയാണ്. പലരും ഇത് ആദ്യമായിട്ടാണിത് കാണുന്നത്. അതിൻ്റെ തന്നെ ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടോ, അതിൻ്റെ ബലൂണിൻ്റെ ഇപ്പുറത്ത് ഒരു ഫാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇനി ഫ്ലെയിം വരും, തീ കത്തും. അങ്ങനെ കുറച്ച് ഹോട്ട് എയർ അതിനകത്ത് ബിൽഡപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ ബലൂൺ വലുതായി കുറച്ച് നേരെ നിൽക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം വേറെ ഒരു ബലൂൺ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, തീ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആ എയറൊക്കെ ചൂടാകും. എന്നിട്ട് ആ ബലൂൺ വീർത്തിട്ട് അത് നേരെ നിവർന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ചെരിഞ്ഞല്ല നിൽക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അത് നേരെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ബലൂണ് ഒക്കെ വീർപ്പിച്ചെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതെല്ലാം ശരിയായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അവിടെ നിൽക്കുമ്പോഴത്തെ ഒരു സ്വരം. അതൊന്ന് നിങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് സൗണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ടാണ് എല്ലായിടത്തും. കാരണം പല ബലൂണുകൾ അവരിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ഒരു സൗണ്ടാണിത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബലൂൺ കണ്ടോ, നിവർന്ന് വരുന്നത് കണ്ടോ. അങ്ങനെയാണ് എല്ലാ ബലൂണും അവർ റെഡിയാക്കുന്നത്. ഇപ്പോൾ ഒരു ബലൂൺ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു ബോക്സ് പോലെ, ഒരു കൊട്ട പോലെയാണ്. അപ്പോൾ അതിനകത്ത് കുറേ പേർക്ക് നമുക്ക് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ആ ബലൂൺ റെഡി ആയിട്ടുണ്ട്. അത് കയറാനായിട്ടുള്ള ആളുകളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആളുകളുടെ സൈസ് കണ്ടോ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബലൂൺ എന്തുമാത്രം വലുതാണെന്ന്. അത്രയ്ക്ക് ഹ്യൂജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആളുകളെല്ലാം അതിനകത്തൊരു കൊട്ടയുണ്ട്, അതിലോട്ട് കയറാനായിട്ട് തുടങ്ങിയാണ്. അങ്ങനെയാണ് ഇത് റൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുമ്പിൽ ഒരു വണ്ടി കിടക്കുന്നത് കണ്ടോ, അതിലോട്ട് ഇത് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കയറി ഇത് പറക്കാനായിട്ട് റെഡി ആകുമ്പോഴത്തേനും ആ കെട്ടഴിച്ച് അത് റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇത് പറക്കാൻ തുടങ്ങുന്നത്. ഇപ്പം ആ വണ്ടിയിലാണ് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ബലൂണും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ആ കൊട്ട കണ്ടോ, ഒരു ചതുരക്കൊട്ട മാതിരിയാണ്. അതിനകത്തോട്ടാണ് നമ്മൾ കയറി നിൽക്കാൻ പോകുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ബലൂൺ നിവരുമ്പോഴത്തേനും ആ കൊട്ടയും നമ്മൾ നിവർന്ന് വരും. എന്നിട്ട് നമുക്ക് സാധാരണ നിലത്തതിരിക്കും. പക്ഷേ ഇച്ചിരി പൊക്കമുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു ലാഡർ വെച്ചാണ് കയറുന്നത്, ഒരു ഗോവണി വെച്ചാണ് കയറുന്നത്. കുറച്ച് അങ്ങ് കയറിയാൽ മതി, ഒത്തിരി ഹൈറ്റൊന്നുമില്ല കൊട്ടയ്ക്കകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് അതൊക്കെ നിവർന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് അത് മുഴുവനും നിവർന്ന് കഴിയുമ്പോഴത്തേനും കാണാം. ഇത് ഞങ്ങൾ പോകാനിരിക്കുന്ന ബലൂണാണ് കേട്ടോ. ഈ ബലൂണിലാണ് ഞങ്ങളെല്ലാവരും കയറിയത്. ഏകദേശം ഒരു 10, 12 അല്ലെങ്കിൽ 18 പേർക്ക് ഒരു ബലൂണിൽ കയറാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ബലൂണൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ കൊട്ടയുണ്ടല്ലോ നമുക്ക് കയറി നിൽക്കാനുള്ളത്, അത് നിവർന്ന് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ഫ്ലാറ്റാക്കി അവർ വെക്കും. അത് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ബലൂൺ വീർപ്പിച്ചെടുക്കുന്നത്. അത് ജസ്റ്റ് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടി ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം എല്ലാവരും ഒന്നും ഇതിലൊന്നും കയറിയിട്ടില്ലല്ലോ. അപ്പം കാണാത്തവർക്ക് ഒരു ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഈ ബലൂൺ റൈഡ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടർക്കിയിൽ പല സ്ഥലങ്ങളിലും ഈ ബലൂൺ റൈഡ് നടക്കാറുണ്ട്. ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് കപ്പഡോക്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഇങ്ങനെ ഹോട്ട് എയർ ബലൂണിൻ്റെ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് പാമുക്കയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതും ഇതുപോലെ തന്നെ പോപ്പുലറായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കപ്പഡോക്യയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും ആ ബലൂണിൽ കയറി നിൽക്കുകയാണ്. പറക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷേ അത്രയൊന്നും ആരും കാണിക്കുന്നില്ല കേട്ടോ.
ആദ്യമായിട്ടാണ് പലരും ഇതേ കയറുന്നത്. അതിൻ്റേതായ ഒരു ആകാംക്ഷ എല്ലാവർക്കും തന്നെയുണ്ട് കേട്ടോ. ഇത് പൊങ്ങണമെന്ന് അറിയുന്നില്ലല്ലോ. ഫ്ലൈറ്റ് പോകുന്ന പോലെ പോണതേ ഉള്ളൂ. അപ്പം നമ്മുടെ ബലൂൺ പൊങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേനും നമുക്ക് കാണാം നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബലൂണുകൾ ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിങ്ങനെ വലുതായിട്ട് കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ചെറിയ പൊട്ട് പോലെയാണ് കാണുന്നത് അങ്ങ് ദൂരേക്ക് പൊങ്ങി കഴിയുമ്പോഴത്തേനും. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കുള്ള ബലൂണുകളൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. പക്ഷേ എല്ലാവരും തന്നെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേനും ആ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ ഓപ്പൺ സ്പേസാണ്. അവിടെ ഇങ്ങനത്തെ ഗ്രീനറിയും അതുമൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാം. ഇത് കണ്ടോ ഞങ്ങളുടെ അപ്പുറത്തുള്ള ബലൂണ്. അതിനകത്താണ് ഞങ്ങളുടെ കൂടെ വന്ന പകുതി പേര് കയറിയിരിക്കുന്നത്. അതിനകത്തെ കൊട്ടയുടെ സൈസൊക്കെ നിങ്ങൾ കണ്ടോ? ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഒരു പൊട്ട് പോലെയാണ് അല്ലേ? അങ്ങനെയാണ് നമ്മളിത് കാണുന്നത്. അപ്പം നമ്മുടെ ഈ ബലൂൺ ഏകദേശം നമുക്ക് 1400 മീറ്റർ വരെ പൊങ്ങിപ്പോകും. 1 മണിക്കൂറോളമാണ് ഇതിൻ്റെ റൈഡിൻ്റെ സമയം കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് അവർ ഒത്തിരി അങ്ങ് പൊക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും താഴ്ന്നു വരും. അങ്ങനെ പല ഹൈറ്റിലാണ് ഇത് പറക്കുന്നത്. അങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ മറ്റേ ആ ബലൂണിൻ്റെ സൈസ് കണ്ടോ? നമ്മുടെ തൊട്ടടുത്ത് തന്നെ അത് കാണാം. പക്ഷെ മുട്ടത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ ഒരു മൂടലാണ്. ഒത്തിരി പ്രകാശമൊന്നുമില്ല. ഈ സമയത്താണ് കൂടുതലും ഇങ്ങനെ എയർ ബലൂണ് റൈഡ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും കാണാം. ഇത് കണ്ടോ വൈറ്റ് കളറുള്ള മലകൾ. ഇത് കാൽസ്യം ഡിപ്പോസിറ്റാണ്. ഇവിടെ ടർക്കിയിൽ ഹാർട്ട് സ്ട്രീം, അതായത് ചൂടുവെള്ളത്തിൻ്റെ തിരകളടിച്ച് കാർബൺ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പം കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന മലകളാണ്. ഇതിനെ അവർ പറയുന്നത് കോട്ടൺ കാസിൽ എന്നാണ്. ഇങ്ങനെ ഒരു പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം നോക്കുമ്പോഴത്തേനും വൈറ്റ് കളറാണ് എല്ലായിടത്തും തന്നെ. അപ്പോൾ നമ്മുടെ ബലൂൺ ഇടയ്ക്ക് നമ്മളെ താത്തി അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നമ്മളെ കാണിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതുപോലെ ഒരു വൈറ്റ് കളറ് പാറയുടെ മുകളിൽ ഇങ്ങനെ കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് അവിടെ ഇത് വളരെ കോമൺ ആണ് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പഞ്ഞി പോലെ കാണുന്നത് കൊണ്ട് തന്നെയാണ് അതിന് കോട്ടൺ കാസിൽ എന്ന് പേരിട്ടിരിക്കുന്നത്. നല്ല പൊക്കത്തിൽ ചുറ്റും അതിലും പൊക്കത്തിൽ വേറെണ്ണം നമ്മുടെ ഒന്നും കാണാൻ മേല. ഓക്കെ എല്ലാരും ഇങ്ങോട്ട് നോക്കിയാൽ താഴെ ഒന്നും കാണാനില്ലാത്ത സമയത്ത് എങ്ങനെയുണ്ട് ബലൂൺ എക്സ്പീരിയൻസ്? വെരി നൈസ്. പേടിയുണ്ടോ? ഒന്നും പേടിക്കാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ സജി? എങ്ങനെയുണ്ട്? നല്ല പരിപാടിയല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് ജോജോ പേടിച്ച് പിണ്ടാതിരിക്കുന്നു. കാണുമ്പോഴത്തെ ഒരു പേടിയുള്ളൂ. പൊങ്ങിക്കഴിയുമ്പോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മാറ്റി നിർത്തും. ഇത് കണ്ടോ നമ്മുടെ ബലൂൺ കുറേ താത്തി നമ്മളെ കുറച്ചുകൂടെ ക്ലോസപ്പായിട്ട് ഈ കോട്ടൺ കാസ്റ്റ് കാണിക്കുകയാണ്. ഈ പാറകളിൽ കണ്ടോ ഇതുപോലെ കുറേ ഏരിയാസിൽ ഇതുപോലെ വൈറ്റ് കളർ കാണും. ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങൾ കണ്ടോ അതും വൈറ്റ് കളറാണ്. ഇപ്പം ഞങ്ങൾ കുറേ പൊക്കത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ മറ്റ് ബലൂണുകളൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും പതുക്കെ നമ്മളെ താത്തി അവർ കൊണ്ടുവരും. ഗ്രാജുവലായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ കുറേ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ
പുല്ലുകളും പുൽപ്പാടങ്ങളും എല്ലാം നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ആ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത്, നമ്മൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അത് നേരത്തെ തന്നെ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് അതിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഓൾറെഡി അറിയാം ഇത് ലാൻഡ് ചെയ്യേണ്ട സ്ഥലം ഏതൊക്കെയാണെന്ന്. അപ്പോൾ കാറ്റുകളുടെ ഇതൊക്കെ അനുസരിച്ചായിരിക്കും. കൂടുതലും അധികം കാറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്യും. അല്ലെങ്കിലും ഇവർക്കറിയാം, വെതറൊക്കെ നോക്കിയേ ഉള്ളൂ അവരിതൊക്കെ റൈഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സേഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് ഇത് കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പോകേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവരെല്ലാവരും നിന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും പിന്നെ കുറച്ച് പേരൊക്കെ മറ്റേ സൈഡിലായിരുന്നു. ഇത് കണ്ടോ, ഇത്രയും പേർക്ക് മറ്റേ സൈഡിൽ നിൽക്കാം. അപ്പോൾ അത്രയും ആളുകൾ ഒരു ഇതിലോട്ട് കയറാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സൈസുള്ള ബോക്സാണ് ഉള്ളത്. അതിൻ്റെ സൈസ് അനുസരിച്ചാണ് എത്ര പേർക്ക് കയറാമെന്നുള്ളത് അവർ തീരുമാനിക്കുന്നത്. ഈ റൈഡിൻ്റെ മുഴുവൻ സമയത്ത് നമ്മൾ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ലാൻഡ് ചെയ്യാൻ നേരത്ത് അവർ നമ്മളോട് പറയും, നമ്മളവിടെ ഹോൾഡ് ചെയ്ത് ഇരിക്കാനായിട്ട് പറയും. കാരണം ഇരുന്ന് കഴിഞ്ഞാലേ ഉള്ളൂ അവർ താത്തത്തുള്ളൂ. അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്യുമ്പം വല്ലോ ഷെയ്ക്കൊക്കെ ആയിട്ട് ജർക്ക് ചെയ്ത് നമ്മളെങ്ങാനും നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ അതിനകത്ത് ആ കൊട്ടയ്ക്കകത്തോട്ട് അങ്ങ് ഇരിക്കും ഇത് ലാൻഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ ഒരു ലാഡർ കൊണ്ടുവന്ന് അതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയായിട്ട് അവർ പുറത്തെടുക്കും. അങ്ങനെയാണിത് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിയുമ്പോഴത്തേനൊരു ഷാമ്പെയിൻ പാർട്ടിയുണ്ട്. അവർ തന്നെ ഷാമ്പെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനത്തെ ആളും ബലൂണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷാമ്പെയിൻ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു ടേബിളിൽ അവർ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഷാമ്പെയിനൊക്കെ വെച്ച് എല്ലാവരെയും അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. One, two, three. You guys did a good job. Okay, everybody ready? Yes. Everybody enjoy fly? Yes. First time fly? Yes. Me too. Champagne shower. Okay, only enjoy, don't worry, okay? Only enjoy. Champagne shower. No shower. No shower. No shower. Okay. 3, 2, 1. അവർ തന്നെ നമുക്ക് ഷാമ്പെയിനൊക്കെ ഗ്ലാസ്സുകളിലാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാവരും കുടിച്ച് നമ്മളെല്ലാവരും കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, നമ്മളിത് റൈഡ് ചെയ്തതെന്നുള്ളതിൻ്റെ. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയാണ്. അതും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തരുന്നതാണ്. Come. 1, 2, 3. Okay, got a photo. Certificate of participation. Everybody happy, everybody got some prize. ഞങ്ങൾ സക്സസ്ഫുള്ളി ബലൂണ് കയറിയിട്ട് പോകുന്ന കാഴ്ചയാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു ബലൂണ് കയറിയിട്ട്? നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി സംഭവം.